വെൽക്കം. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഏറ്റവും വലിയ വിസ്മയം, നമ്മൾ കേരളത്തിലാണ് വിസ്മയത്തെക്കുറിച്ച് ഏറ്റവും അധികം സംസാരിച്ചുകൊണ്ടിരുന്നത്, പക്ഷേ ഏറ്റവും വലിയ വിസ്മയങ്ങളുണ്ടായത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ ടി.വി.കെ 2 വർഷം മുമ്പ് മാത്രം നടൻ വിജയ് രൂപവൽക്കരിച്ച പാർട്ടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി അധികാരത്തിലേക്ക് വരുന്നു. അതിന് തൊട്ടു പിറകെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി നിന്നിരുന്ന കോൺഗ്രസ് ടി.വി.കെക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു. അവിടെ മന്ത്രിസഭയുടെ ഭാഗമാകുന്നു. മുഖ്യ പ്രതിപക്ഷ പാർട്ടികളിലൊന്നായ എ.ഐ.ഡി.എം.കെയിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. 2 വിഭാഗങ്ങളായി പിരിയുന്നു. ഒടുവിൽ അയോഗ്യതയുടെ പ്രശ്നം ഉന്നയിക്കപ്പെട്ടപ്പോൾ തൽക്കാലത്തേക്ക് ഒരു സന്ധിയിൽ ആ പാർട്ടി ഒരുമിച്ച് നിൽക്കുന്നു. ഇങ്ങനെ പല വിധത്തിലുള്ള രാഷ്ട്രീയ സംഭവവികാസങ്ങൾ അവിടെ ഉണ്ടാകുന്നു. അധികാരത്തിലേക്ക് തിരിച്ചു വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന DMK സഖ്യം വലിയ തോതിൽ പരാജയപ്പെടുന്നു. MK സ്റ്റാലിൻ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുന്നു. ഇങ്ങനെ വലിയ വിസ്മയങ്ങൾ. തമിഴ്നാട് രാഷ്ട്രീയം വിജയ് ഭരണത്തിലേക്ക് വന്നതിന് ശേഷം എങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കൊപ്പം ഉള്ളത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റെസിഡൻറ്റ് എഡിറ്ററും സീനിയർ ജേർണലിസ്റ്റുമായ അരുൺ റാമാണ്. വെൽക്കം സാർ. ഞാൻ ആദ്യം ചോദിക്കുന്നത്, ഈ TVK അധികാരത്തിലേക്ക് വന്നതിന് ശേഷം ഒരു പൊളിറ്റിക്കൽ കൺസോൾട്ടേഷനുള്ള ശ്രമം TVK ആരംഭിച്ചിട്ടുണ്ടോ? വിജയ്ക്ക് അതിന് മുൻകൈയെടുക്കാൻ സാധിക്കുന്നുണ്ടോ? ആദ്യം തന്നെ TVKയുടെ വിജയം എനിക്ക് തോന്നുന്നത് TVK പോലും പ്രതീക്ഷിച്ചത് അപ്പുറമാണ്. അവര് തന്നെ ഏറ്റവും ഓപ്റ്റിമിസ്റ്റ് ആയിട്ടുള്ള ലീഡേഴ്സ് പറഞ്ഞിട്ടുള്ളത് 50 അല്ലെങ്കിൽ 60 സീറ്റുകൾ ലഭിക്കുന്നതാണ്. അപ്പൊ 108 സീറ്റിൽ വിജയിച്ച് അധികാരത്തിൽ വരാൻ കഴിഞ്ഞത് അവരെ തന്നെ അമ്പരപ്പിച്ച ഒരു സംഭവമാണ്. എനിക്ക് തോന്നുന്നു ആ പാർട്ടി ഇപ്പോഴും ആ സർപ്രൈസിങ് നടുക്കത്തിൽ നിന്ന് ആ ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഷോക്കിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പാർട്ടി കൺസോളിഡേറ്റ് ചെയ്യാനൊന്നും അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇത് ഇപ്പോൾ ഗവൺമെന്റിനെ കൺസോളിഡേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ 1 മാസത്തിലേറെയായി വിജയ് അധികാരത്തിൽ വന്നിട്ട്. എന്നാൽ ഇപ്പോഴും സെക്രട്ടേറിയറ്റിൽ പോയി കഴിഞ്ഞാൽ പല ഡിപ്പാർട്ട്മെന്റുകളിലും കൺഫ്യൂഷനാണ്. മിനിസ്റ്റേഴ്സിന് തന്നെ മിനിസ്റ്റേഴ്സായിട്ട് വന്നിട്ടുള്ളതെല്ലാം വളരെ യങ് ആയിട്ടുള്ള, ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്ത കുറെ ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഒരു ഗവർണൻസിന്റെ ചില ബാലപാഠങ്ങൾ പഠിക്കാൻ അവർ തുടങ്ങുന്നതേ ഉള്ളൂ. അത് വി കെ എന്നുള്ളൊരു പാർട്ടിയിലൊന്നും കേന്ദ്രീകരിക്കാൻ വിജയ്ക്കോ മറ്റുള്ളവർക്കോ കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നടന്നത് വളരെ ആരും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ചലനം. അതിനൊപ്പം ആ ചലനത്തിനൊപ്പം മൂവ് ചെയ്യാൻ TVK തന്നെ ശ്രമപ്പെടുന്നു എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ആ പാർട്ടിക്ക് ഇപ്പോഴും ഒരു സ്ട്രക്ചർ ഒന്നുമില്ല. അത് വിജയുടെ പോപ്പുലാരിറ്റി കൊണ്ട് മാത്രം വിജയിച്ച് അധികാരത്തിൽ വന്ന ഒരു പാർട്ടിയാണ്. അതിൻ്റെതായിട്ടുള്ള വൈകല്യങ്ങൾ ഉണ്ടാകും. പക്ഷേ അത് വിജയ്ക്ക് അനുകൂലമായി നിൽക്കുന്നത് മറ്റ് എതിർകക്ഷികളെല്ലാം തന്നെ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലാണ്. അവരുടെയൊക്കെ നിലനിൽപ്പിന് തന്നെ ചോദ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും AIADMK. DMKയും AIADMKയും ഒരു മിററിലേക്ക് നോക്കുകയാണ്. ഈ ഒരു ഡിഫീറ്റ് ഉയർത്തിപ്പിടിക്കുന്ന ഒരു മിററുണ്ട്, ഒരു കണ്ണാടി. അതിലേക്ക് നോക്കുമ്പോൾ DMKയും AIADMKയും കാണുന്നത് വ്യത്യസ്തമായിട്ടുള്ളതാണെങ്കിലും വളരെ വളരെ ഐ ഓപ്പണിംഗ് ആയിട്ടുള്ള ചില റിയാലിറ്റീസ് ആണ്. ഇപ്പൊ DMK അതിൽ കാണുന്നത് രാജീവ് പറഞ്ഞതുപോലെ തന്നെ സ്റ്റാലിൻ തന്നെ കൊളത്തൂരിൽ തോറ്റുപോകുക എന്നുള്ളൊരു യാഥാർത്ഥ്യത്തിന്റെ നടുക്കത്തിൽ നിന്ന് ഇനിയും DMK ഉണർന്നിട്ടില്ല. എന്നാൽ DMK അറ്റ്ലീസ്റ്റ് ഒരു റിവൈവലിന്റെ ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഇപ്പൊ ജെൻസി ആളുകളുടെ ഒരു സമ്മേളനം വിളിച്ചിരുന്നു. ഇതൊക്കെ വളരെ ഒരുപക്ഷെ ഓപ്റ്റിക്സ് മാത്രമായിരിക്കാം, എങ്കിലും ഒരു പരിശ്രമം DMK ആകട്ടെ ഉച്ചയുടെ വക്കിലാണ്. ഒരു വശത്ത് 25ഓളം AIADMK 4 MLA-മാരാണ് ഇത്തവണ ഉള്ളത്. അതിൽ 25 പേര് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എടപ്പാടി കെ പളനിസ്വാമിക്ക് എതിരായി നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് രൂപീകരിച്ചു. CV ഷൺമുഖവും SP വേലുമണി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ഒരു ഗ്രൂപ്പ്. ഇപ്പോൾ അവർ തമ്മിലുള്ള ഒരു സന്ധി ചർച്ചയൊക്കെ നടത്തി ഒരുമിച്ച് ചേരാനുള്ള ഒരു സാധ്യത തെളിഞ്ഞു നിൽക്കുന്നു. എന്നാലും ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അപ്പോൾ പാർട്ടി 1-2 വിഘടിച്ചതുപോലെയാണ് ഏകദേശം. ഒപ്പം തന്നെ പാർട്ടി ഇടപ്പാടിയുടെ കൂടെ നിൽക്കുന്നവർ തന്നെ എത്ര കാലം അദ്ദേഹത്തിന്റെ നേതൃത്വത്തെ ചോദ്യം ചെയ്യാതെ നിൽക്കുമെന്നുള്ള ഒരു അരക്ഷിതാവസ്ഥയിലാണ് AIADMKയുടെ നേതൃത്വം. അതുകൊണ്ട് തന്നെ യൂണിറ്റ് ലെവലുകളിൽ, അവരുടെ പാർട്ടി ഡിസ്ട്രിക്ട് ലെവലുകളിൽ വളരെ
വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ 21ഓളം ആളുകൾ ഡിസ്ട്രിക്ട് സെക്രട്ടറിമാർ EPS റിമൂവ് ചെയ്തിരുന്നു. ഇപ്പോൾ ഈ പഴയ ആളുകളെ തിരിച്ചെടുത്താൽ മാത്രമേ ആ പഴയ ഒരു സന്ധി ചർച്ച അല്ലെങ്കിൽ ഒരു റീയൂണിയൻ നടക്കുകയുള്ളൂ. എന്നാൽ ഇദ്ദേഹത്തിന് അവരെ തിരിച്ചെടുക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. കാരണം ഓൾറെഡി അവർക്ക് റീപ്ലേസ്മെന്റ് ആയിട്ട് മറ്റ് ഡിസ്ട്രിക്ട് സെക്രട്ടറീസിനെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അവരെ വീണ്ടും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് തന്നെ പാർട്ടി ഡിസ്ട്രിക്റ്റുകളുടെ എണ്ണം കൂട്ടുക, ഇവരെല്ലാം അക്കോമഡേറ്റ് ചെയ്യുക, ഏച്ചുകെട്ടി മുഴച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് AIADMK നിൽക്കുകയാണ് ഇപ്പോ. അതുകൊണ്ട് തന്നെ അപ്പോ TVKക്ക് പ്രത്യേകിച്ചൊന്നും സംഘടനാപരമായി TVKയെ ബലപ്പെടുത്തുന്നതിലേക്കുള്ള ഒരു പരിശ്രമങ്ങളൊന്നും തുടങ്ങിയിട്ടില്ലെങ്കിലും തൽക്കാലം അവർക്ക് വിജയിക്കും TVKയ്ക്കും ഭീഷണി ഇല്ലാത്തതിന് കാരണം മറുപക്ഷത്ത് നിൽക്കുന്ന പാർട്ടികളുടെ അരക്ഷിതാവസ്ഥ തന്നെയാണ്. ഇലക്ഷൻ റിസൾട്ട് വന്ന അന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ദ്രവീഡിയൻ രാഷ്ട്രീയത്തോട് പൊതുവിൽ അതിൻ്റെ ഒരു ആവർത്തനം, ഒന്നുമില്ല DMK അല്ലെങ്കിൽ AIADMK അല്ലെങ്കിൽ DMK നേതൃത്വം നൽകുന്ന മുന്നണി അല്ലെങ്കിൽ AIADMK നേതൃത്വം നൽകുന്ന മുന്നണി, ഈ ദ്രവീഡിയൻ രാഷ്ട്രീയത്തോട് തമിഴ് ജനതയ്ക്ക് ഒരു ചെറിയ വിപ്രതിപത്തി ഉണ്ടായതിൻ്റെ കൂടെ ബാക്കിയാണ് ഇലക്ഷൻ റിസൾട്ട് എന്ന് അന്ന് വിലയിരുത്തിയിരുന്നു. ഈ TVK അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ഒരു 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 എന്താ പറയുക ആത്മവിമർശനം DMKയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ AIADMKയുടെ ഭാഗത്തുനിന്നോ അങ്ങനെയൊക്കെ ഉണ്ടായി തുടങ്ങുന്നുണ്ടോ? ഇപ്പോൾ ഈ ജൻസി കൂട്ടായ്മ പോലെയുള്ള ചെറിയ ശ്രമങ്ങൾ DMK നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിനപ്പുറത്ത് സ്വന്തം രാഷ്ട്രീയ പദ്ധതിയിൽ വന്ന വീഴ്ചകൾ, ആ നിലയ്ക്കുള്ള ഒരു പരിശോധന അത് നടക്കുന്നുണ്ടോ? ഇല്ല, അതിലേക്ക് ഇപ്പോഴും DMK കടന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പരാജയം, ഈ റിസൾട്ട് വന്നതിന് 2 ദിവസത്തിന് ശേഷം ഞാൻ സ്റ്റാലിനെ കണ്ടിരുന്നു. ഒപ്പം തന്നെ ഒരു 6-7 മുൻ മന്ത്രിമാരെ കണ്ടിരുന്നു. അവരൊക്കെ തന്നെ സ്റ്റാലിൻ അറ്റ്ലീസ്റ്റ് ആ ഒരു ഷോക്കിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു മെച്ചുവറായിട്ടുള്ള ഒരു ലീഡറാണ്. ബാക്കിയുള്ള ആ ഒരു നേതൃത്വം അപ്പോഴും ആ ഷോക്കിൽ, അപ്പോഴെന്നല്ല ഇപ്പോഴും പലതരത്തിലുള്ള എങ്ങനെ ഇതിന്റെ ഒരു ഗതി എങ്ങനെ മാറ്റാം, അല്ലെങ്കിൽ എങ്ങനെ തിരിച്ചു പിടിക്കാം, എങ്ങനെ നമ്മൾ റീബൗണ്ട് ചെയ്ത് വരണം എന്നുള്ളതിനെ കുറിച്ചൊരു വ്യക്തത ഇപ്പോഴും ആ നേതൃത്വത്തിന് വന്നിട്ടില്ല. പക്ഷെ എഴുതിത്തള്ളാൻ കഴിയില്ല. DMK ആയാലും AIADMK ആയാലും ഇതിനേക്കാൾ വലിയ പരാജയങ്ങൾ നേരിട്ടിട്ടുള്ള പാർട്ടികളാണ്. ആ ചരിത്രം നമ്മൾ ഒരിക്കലും മറക്കരുത്. കരുണാനിധിയും ഇളംവഴുതിയും മാത്രമുള്ള 2 പേരുള്ള MLA-മാരായിട്ടുള്ള നിയമസഭയിൽ ഇരുന്നിട്ടുള്ള ഒരു പാർട്ടിയാണ്. ഒപ്പം AIADMK ജയലളിതയുടെ പരാജയം, ഇതൊക്കെ കണ്ടിട്ടുള്ള പാർട്ടികൾ ഇതൊരുപാട് റിവൈവ് ചെയ്ത് റീബൗണ്ട് ചെയ്ത് വന്നിട്ടുള്ള പാർട്ടികളാണ്. അതുകൊണ്ട് ഒരിക്കലും നമുക്കിവരെ എഴുതിത്തള്ളാൻ കഴിയില്ല. പക്ഷേ ഇത് ഏറ്റവും ആരും പ്രതീക്ഷിക്കാത്ത ഒരു പരാജയമായതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പുറത്തു വരാൻ, അതിന്റെ പ്രത്യാഘാതത്തിൽ നിന്ന് പുറത്തു വരാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് തന്നെ DMK ഇപ്പോഴും ഒരു ക്ലാരിറ്റിയിലേക്കൊന്നും വന്നിട്ടില്ല. പക്ഷെ അവരുടെ ഒരു ഓർഗനൈസേഷണൽ സ്ട്രെങ്ത് വെച്ചിട്ട് അവർ നിരന്തരം പാർട്ടി കമ്മിറ്റികളും പാർട്ടിയുടെ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് അതിലൊന്നും ഒരു വീഴ്ചയുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതിനൊരു അറ്റ്ലീസ്റ്റ് ഒരു 3-4 മാസം എടുക്കും ഇവരുടെ ഒരു ദൈനംദിന പാർട്ടി പ്രവർത്തനത്തിലേക്ക് തിരിച്ചു വരുവാനും, വിഘടിച്ചു പോയ അല്ലെങ്കിൽ ഇറോഷൻ നടന്നിട്ടുള്ള ചില ബേസുകളെ തിരിച്ചു പിടിക്കാനും പാർട്ടിയെ പുനരുദ്ധരിപ്പിക്കാനും ഒക്കെ ഇനിയും സമയമെടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. ഈ പറഞ്ഞൊരു ഫാക്ട് ഉണ്ടല്ലോ, ഇപ്പോൾ ഈ ദ്രവീഡിയൻ രാഷ്ട്രീയത്തോട് ചെറിയ വിപ്രതിപത്തി തമിഴ് വോട്ടർമാർക്കുണ്ടായി എന്ന് പറയുന്നത്, അതൊരു നമ്മളെപ്പോഴും തമിഴ് രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഒരു ദ്രവീഡിയൻ ബേസിനെ കുറിച്ച് എപ്പോഴും നമ്മൾ പറയും. ഒരുപക്ഷെ BJPയുടെ കടന്നുകയറ്റത്തെ തമിഴ് മണ്ണ് തടുക്കുന്നത് പോലും ആ ദ്രവീഡിയൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു പിൻബലത്തിൽ നിന്നാണ് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഈ വിപ്രതിപത്തി എന്ന് പറയുന്നത് ഒരു ലോങ് സ്റ്റാൻഡിങ് ഫിനോമിനനായി കാണണോ? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അതൊരു ലോങ് സ്റ്റാൻഡിങ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കരുതുന്നത് ഇത്തരം ഒരു ഡ്രവീഡിയനിസം, ഇവർ പ്രൊഫസ് ചെയ്യുന്ന ഡ്രവീഡിയനിസം ആകണം, അല്ലാതിരിക്കാം. പക്ഷേ ഒരു സബ് കോൺഷ്യസിൽ എപ്പോഴും ആ ഒരു തമിഴ് പ്രൈഡ് ഉണ്ട്. അതിന് തമിഴ് സബ് നാഷണലിസം എന്നോ അതിനെ തമിഴ് ഡ്രവീഡിയനിസം എന്നോ എന്ത് പേരിൽ വേണോ വിളിക്കാം. അത് ഇപ്പൊ സീമാനെ പോലുള്ളവർ പറയുന്നത് ഇത് രണ്ടും രണ്ടാണ്. തമിഴ് സബ് നാഷണലിസമാണ് നമുക്ക് വേണ്ടത്, തമിഴ് നാഷണലിസമാണ് വേണ്ടത്. അപ്പൊ അതെല്ലാം ഒരു തിയററ്റിക്കൽ പാർട്ടിൽ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഒരു സാധാരണ തമിഴനോടും ഉള്ള ആ ഒരു സബ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു പ്രതിബദ്ധതയും പ്രൈഡും അത് ഇൻടാക്റ്റ് ആയിട്ട് തന്നെ നിലനിൽക്കും. അതിപ്പോ ജെൻസിക്കും അത് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അവർക്ക് ഒരുപക്ഷെ പ്രത്യക്ഷ രാഷ്ട്രീയത്തിലുള്ള ഒരു താല്പര്യം കുറവായിരിക്കും. അവർ രാഷ്ട്രീയം സംസാരിക്കണമെന്നില്ല. ഇപ്പൊ വിജയ് പോലുള്ള ഒരു പുതുമുഖം വരുമ്പോൾ അവർ അടക്കി പിടിച്ച് അവരുടെ ഒരു പെന്റെ പാങ്കർ പ്രദർശിപ്പിക്കാൻ വേണ്ടി അയാൾക്ക് വോട്ട് ചെയ്തെന്നിരിക്കാം. അതുകൊണ്ട് മാത്രം ഡ്രവീഡിനിസം മരിച്ചുപോയി എന്ന് ഞാൻ പറയില്ല. പക്ഷേ
അത് മാത്രം ഡ്രവീഡിയൻ മോഡൽ ഓഫ് ഗവർണൻസ്, ഡ്രവീഡിയനിസം 2.0 ഇങ്ങനെയുള്ള സ്ലോഗൻസ് എല്ലാം വെച്ച് വോട്ട് പിടിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അണ്ണാമലയെ പോലുള്ള നേതാക്കൾ ഇപ്പോൾ പറയുന്നത് ഇന്ത്യയുടെ ചരിത്രം, രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ 40 മുതൽ 60 വർഷം ആണ് ഒരു സൈക്കിൾ ഓഫ് പൊളിറ്റിക്കൽ സൈക്കിൾ. അപ്പോൾ ഡ്രവീഡിയൻ പൊളിറ്റിക്സിന്റെ ഒരു സൈക്കിൾ 60 വർഷമായി അത് എൻഡ് ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ തിയറി. അത് ശരിയാവാം, തെറ്റാവാം. പക്ഷേ അതിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു 2 ജനറേഷൻ കഴിഞ്ഞാൽ പുതുതായി വരുന്ന ഒരു ജനറേഷനോട് നമ്മൾ സംസാരിക്കുന്ന ഭാഷ, നമ്മുടെ പൊളിറ്റിക്കൽ വൊക്കാബുലറി അത് നവീകരിക്കണം. അതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് DMKയുടെ പരാജയം, AIADMKയുടെ പരാജയം. എന്നാൽ അവരുടെ കോറിലുള്ള ആ ഒരു ഡ്രവീഡിയൻ പ്രൈഡ് അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം അതിന് കോട്ടം തട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു പ്രൈഡ് ഒരു അലിഞ്ഞു ചേർന്ന DNA-യിലുള്ള ഒരു സംഭവമാണ്. അത് കൊട്ടിഘോഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് പുതിയ തലമുറയിലെ ആളുകൾ പ്രവർത്തിക്കുകയോ ചെയ്യണമെന്നില്ല. എന്നാലും അതിനോടുള്ള ആ ഒരു മാനസികമായ ഒരു അടുപ്പും എപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. റൈറ്റ്. ഇവിടെ ഇപ്പം വിജയുടെ കാര്യത്തിൽ വിജയുടെ ഒരു വ്യക്തിപ്രഭാവം അല്ലെങ്കിൽ ഒരു താരപ്പൊലിമ, അദ്ദേഹം പുതിയ ജനറേഷനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ പുതിയ ജനറേഷൻ അദ്ദേഹത്തിൽ പ്രതീക്ഷ അർപ്പിച്ചത്, ഇതൊക്കെ ഒരു ഘടകമായി അവിടെയുണ്ട്. പക്ഷേ എങ്കിൽ പോലും അതൊരു ഇൻഡിവിജ്വൽ എഫേർട്ടിൻ്റെ കൂടെ വിജയമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിൻ്റെ പിറകെ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കെ അവിടെ നിന്ന് നീക്കം ചെയ്യപ്പെട്ട് പിന്നീട് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ അണ്ണാമലെ താനൊരു പുതിയ മൂവ്മെൻറ്റ് തുടങ്ങുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സോഷ്യൽ മീഡിയ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ അതിൻ്റെ തൊട്ടു പുറകെ അദ്ദേഹത്തിന് വലിയ തോതിലുള്ള ഫോളോവേഴ്സിനെ കിട്ടുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതായത് ഒരു ഇൻഡിവിജ്വൽ ലീഡർഷിപ്പിൻ്റെ പിറകിലേക്ക് ഇപ്പോൾ ADMK, DMK തുടങ്ങിയ വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികൾ അവിടെ ഉണ്ടായിരിക്കെ തന്നെ, അവരുടെ സംഘടനാ സംവിധാനം അവിടെ ഉണ്ടായിരിക്കെ തന്നെ, വ്യക്തികൾ മുന്നോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ വ്യക്തികളുടെ ഒരു വലിയ ലീഡർഷിപ്പ് എന്നുള്ളതിനേക്ക് തമിഴ് ജനത മാറുന്നതിൻ്റെ ഒരു സിംറ്റം നമ്മളവിടെ കാണണോ? ഒരു പേഴ്സണാലിറ്റി സെൻട്രിക് ആയിട്ടുള്ള പൊളിറ്റിക്സ് എന്നും തമിഴ്നാട്ടിലുണ്ടായിരുന്നു. ഒപ്പം തന്നെ അതിനൊരു ഐഡിയോളജിക്കൽ ബാക്കിംഗ് ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. അതിപ്പോൾ നമ്മൾ കാമരാജിന്റെ സമയത്ത് മുതൽ അല്ലെങ്കിൽ രാജാജിയുടെ കാലം മുതൽ എല്ലാവരും ഇവരൊക്കെ വളരെ ടോൾ ആയിട്ടുള്ള ലീഡേഴ്സ് ആയിരുന്നു. അവർക്കൊക്കെ ഒരു ഓറ ഉണ്ടായിരുന്നു. കാമരാജാനാണ് അതിനെ ഏറ്റവും കൂടുതൽ ജനകീയവൽക്കരിച്ചത്. അതിനുശേഷം MGR ആകട്ടെ, ജയലളിത ആകട്ടെ, കരുണാനിധി ഒന്നും സിനിമ സ്റ്റാർ ഒന്നും അല്ലായിരുന്നല്ലോ. പക്ഷേ അദ്ദേഹത്തിന്റെ ബൗദ്ധികമായ യാത്രകളിലൂടെ ആളുകൾക്ക് എത്രയും പ്രിയങ്കരനായി. അപ്പോൾ ഒരു പാർട്ടി, ഒരു പ്രസ്ഥാനം തന്നെ എത്ര വലിയ വേരോട്ടമുള്ള പ്രസ്ഥാനമായാലും ആ ഒരു നേതാവിന് ചുറ്റും ഒരു മൊണോലിത്തിക് ആയിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു പാർട്ടികളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു കഴിഞ്ഞ 60-70 വർഷത്തെ തമിഴ്നാട് രാഷ്ട്രീയം. അത് തന്നെയാണ് തുടരുന്നത് ഇപ്പോഴും. ഇതിലൊരു വ്യത്യാസം പോപ്പുലാരിറ്റി അല്ല ലീഡർഷിപ്പ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ലീഡർഷിപ്പ് ക്വാളിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അണ്ണാമലയ്ക്കായിരിക്കും കൂടുതൽ. പക്ഷെ പോപ്പുലാരിറ്റി, വിജയിയുടെ പോപ്പുലാരിറ്റിയോടൊപ്പം നിൽക്കാൻ ആർക്കും തന്നെ കഴിയില്ല. ഇപ്പൊ വരുന്നവർ, നമ്മളിപ്പോൾ ഈ 2 പേരെ കുറിച്ച് പറയുന്നതുകൊണ്ട് ആക്ച്വലി 3 പേരെ കുറിച്ചാണ് പറയേണ്ടത്. വരും ജനറേഷൻ ഓഫ് പൊളിറ്റീഷ്യൻസ് ഇൻ തമിഴ്നാട് വിൽ ബി എ ട്രിയോ. വിജയ്, അണ്ണാമലൈ, ഉദയനിധി. ഒരാൾക്ക് 48 വയസ്സ്, മറ്റൊരാൾക്ക് 52 വയസ്സ്. അണ്ണാമലയാണ് ഏറ്റവും പ്രായം കുറഞ്ഞത്, 42 വയസ്സ്. അപ്പൊ ഈ മൂവർ സംഘമായിരിക്കും അടുത്ത് വരുന്ന 20, 30, 40 വർഷത്തിൽ തമിഴ്നാട് രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്ക് പറയാൻ പറ്റില്ല, പുതുതായിട്ട് ഒരാൾ കൂടെ വന്നേക്കാം. അപ്പോൾ ഇതില് ഈ ഒരു പഴയ ഒരു ഗാർഡ് മാറേണ്ട സമയം വന്നിരിക്കുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അതിപ്പോ എടപ്പാടി പളനിസ്വാമി ആയാലും സ്റ്റാലിൻ ആയാലും വയസ്സുകൊണ്ടും എല്ലാ ഇതിലും ഒരു വാർദ്ധക്യത്തിലേക്ക് അവരെത്തിക്കഴിഞ്ഞു. 72 രാഷ്ട്രീയത്തിലൊരു വാർദ്ധക്യം അല്ല എങ്കിലും അപ്പോ ഈ വിജയുടെ പോപ്പുലാരിറ്റിയാണ് അതിനെ നമ്മൾ ഒരു ലീഡർഷിപ്പായിട്ട് കാണാൻ കഴിയും. ഇനി ഒരുപക്ഷെ ആ പോപ്പുലാരിറ്റിയിൽ നിന്ന് അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു ലീഡർഷിപ്പ് സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന് ഉയരാൻ കഴിഞ്ഞേക്കാം. ലീഡർ എന്ന് പറയുന്നത് നമ്മൾ വി ലുക്ക് ഫോർവേഡ്, ലുക്ക് അപ് ടു സംബഡി ബിക്കോസ് നമുക്ക് കുറെ ഹോപ്സും അദ്ദേഹത്തിനായ ഒരു ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഒരു പാത്ത് നമുക്ക് തുറന്നു തരിക, അതൊക്കെയാണ് ഒരു ലീഡർ എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത്. മറ്റതല്ലെങ്കിൽ എൻ്റെ ഒരു ഇഷ്ട താരമാണ് അദ്ദേഹം. ആ താരം എങ്ങനെ നേതാവായി മാറുന്നു എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്നാൽ അണ്ണാമലൈ അങ്ങനെയല്ല. അണ്ണാമലൈ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് 2019 IPS വിട്ട് 2020 BJPയിൽ വന്ന് 2021 BJPയുടെ സംസ്ഥാന പ്രസിഡന്റായി മാറി ഏറ്റവും അംഗീകരിക്കപ്പെട്ട ഏറ്റവും ഐഡന്റിഫൈബിൾ ആയിട്ടുള്ള ഒരു മുഖമായി മാറി.
ഇപ്പോൾ തമിഴ്നാട്ടിലെ BJP ഇലാ ഗണേശൻ പോലെയുള്ള വളരെ വെറ്ററൻസ് ആയിട്ടുള്ള RSSന്റെ നേതൃത്വത്തിൽ നിന്ന് വന്നിട്ടുള്ള വളരെ ആ, പക്വതയും വയസ്സുമുള്ള ആളുകളൊക്കെ നേതൃത്വം കൊടുത്ത ഒരു യൂണിറ്റാണ് തമിഴ്നാട് BJP യൂണിറ്റ്. അവിടെ പെട്ടെന്നൊരു കൊടുങ്കാറ്റ് പോലെ വന്ന് വെറും 2-3 വർഷം കൊണ്ട് പലരുടെയും ആരാധനാപാത്രമായി മാറാൻ അണ്ണാമലയ്ക്ക് കഴിഞ്ഞു. അപ്പൊ അതാണ് ഒരു ലീഡർഷിപ്പിന്റെ ക്വാളിറ്റി എന്ന് എനിക്ക് തോന്നുന്നത്. രാഷ്ട്രീയമായി അണ്ണാമലയുടെ രാഷ്ട്രീയമായിട്ട് എനിക്ക് യാതൊരു യോജിപ്പില്ല എങ്കിലും അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് സ്കിൽസ് എന്തുകൊണ്ടും വിജയേക്കാൾ വളരെ മുന്നിലാണ്. അപ്പോൾ വിജയ് ആ ഒരു ലീഡർഷിപ്പ് തലത്തിലേക്ക് ഉയരുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. വരുന്ന ഒരു 6 മാസം മുതൽ 1 വർഷക്കാലം അദ്ദേഹത്തിന് വളരെ ക്രൂഷ്യലായിരിക്കും. അതുപോലെ തന്നെ ക്രൂഷ്യലായിരിക്കും അണ്ണാമലയ്ക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വിജയുടെ കാര്യം എടുത്തു വെച്ചാൽ, വിജയ് കഴിഞ്ഞ ദിവസം തിരുച്ചിയിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ യോഗത്തിൽ സംസാരിക്കുമ്പോൾ അതിൻ്റെ പിന്നിലെ ബാനറിൽ കാമരാജ് ഉണ്ടായിരുന്നു, പെരിയോർ ഉണ്ടായിരുന്നു. അങ്ങനെ തമിഴ് രാഷ്ട്രീയത്തെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന എല്ലാ നേതാക്കളുടെയും അംബേദ്കർ അടക്കമുള്ള ആളുകളുടെ ചിത്രങ്ങൾക്ക് മുമ്പിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം മുൻകാലത്ത് സംസാരിച്ചത് പോലെ വലിയൊരു ഒറേറ്ററായിട്ടൊന്നുമല്ല അദ്ദേഹം സംസാരിക്കുന്നത്. പക്ഷേ ജനങ്ങളുമായി വളരെ ഒരു പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ പോലെയാണ് അത് കണ്ടപ്പോൾ നമുക്ക് ഫീൽ ചെയ്തത്. ഈ പറഞ്ഞ വിധത്തിൽ ഒരു ജനപ്രിയ താരം, വലിയ ജനപിന്തുണയുള്ള താരം എന്നുള്ളതിൽ നിന്ന് ഒരു ലീഡർ എന്നുള്ള നിലയിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ, ഇപ്പോൾ ഈ കഴിഞ്ഞ 2 വർഷത്തിനിടെ വളരെ ക്ലോസ് ആയിട്ട് വിജയുടെ മൂവ്മെൻറ്റ്സ് വാച്ച് ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയിലേക്ക് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പതിയെയാണെങ്കിലും സംഭവിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ട്രാൻസ്ഫോർമേഷൻ നടന്നേ പറ്റുള്ളൂ. കാരണം അദ്ദേഹം ഒരു ക്രോസ് ഓവർ സ്റ്റാർ ആണല്ലോ. ഫിലിമിൽ നിന്ന് പൊളിറ്റിക്സിൽ വന്നു, പൊളിറ്റിക്സിൽ നിന്ന് അഡ്മിനിസ്ട്രേഷനിലേക്ക്, ഗവർണൻസിലേക്ക് വന്നിരിക്കും. അപ്പോൾ എന്തായാലും ട്രാൻസ്ഫോം നടന്നു തന്നെ ആവണം. പക്ഷെ അതുകൊണ്ട് ഒരു വലിയ ഒറേറ്റർ ആവണമെന്നൊന്നുമില്ല. ഒരു നേതാവ് നമ്മൾ പക്ഷേ ഒരു ഹിസ്റ്റോറിക്കലി നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള നേതാക്കന്മാരെല്ലാം നല്ല പ്രസംഗകരുമായിരുന്നു. അത് സത്യമാണ്. അത് ഹിറ്റ്ലർ മുതൽ മുസോളിനി മുതൽ നമ്മൾ ലോക ചരിത്രം എല്ലാം പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ ജനറേഷന് വളരെ കൺവെർസേഷനിലായിട്ട് സംസാരിക്കുന്നതാണ് ഇഷ്ടം. വിജയുടെ ഒരുപക്ഷെ ജയം 2026 വിജയത്തിന് കാരണം തന്നെ അദ്ദേഹത്തിന്റെ വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള ആ ഒരു പൊടിപ്പും തൊങ്ങലുമില്ലാത്ത, അല്ലിറ്ററേഷൻ ഇല്ലാത്ത, സംഘം തമിഴ്, സെന്തമിഴൊന്നും പറയാത്ത ഒരു തോളിൽ കൈയിട്ട് സംസാരിക്കുന്ന, ചായക്കടയിൽ നിന്ന് കൂട്ടുകാരനോട് സംസാരിക്കുന്ന, ലാഘവത്തോടെ പ്രസംഗിക്കുന്ന ഒരു മുഖ്യമന്ത്രി ആയിരിക്കാം ജൻസിക്ക് വേണ്ടിയിരുന്നത്. അതുകൊണ്ട് വലിയ റെറ്റോറിക്കൽ സ്കിൽസിലൊന്നും വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ആർട്ടിക്കുലേറ്റ് ആയിരിക്കണം, ക്ലാരിറ്റി വേണം, ലൂസിഡ് ആയിരിക്കണം. ഇതെല്ലാം ഒരു രാഷ്ട്രീയ നേതാവിൽ അല്ലെങ്കിൽ ഒരു ചീഫ് മിനിസ്റ്ററിൽ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില സംഭവങ്ങളാണ്. അപ്പോൾ വിജയ് ഇപ്പോഴും വളരെ കൺവെർസേഷനിൽ. ആ തിരുച്ചിയിലെ പ്രസംഗം വളരെ മനോഹരമായ പ്രസംഗമായിരുന്നു. അദ്ദേഹത്തിന് സ്റ്റാലിനെതിരെ ആഞ്ഞടിക്കുന്നു. ശരിക്കും രാഷ്ട്രീയമായിട്ടുള്ളൊരു പ്രസംഗമായിരുന്നു. എന്നാൽ ഈ പറഞ്ഞതുപോലെ ചതുരത്തിലും ഭംഗിയിലും ഒന്നും ഇല്ലാത്ത, അങ്ങനെയുള്ള വാക്കുകൾ തേടിയൊന്നും വലയാതെ തന്നെ വളരെ കൺവെർസേഷനായിട്ട്. അപ്പോൾ അതായിരിക്കണം വിജയുടെ ശൈലി. ആ ശൈലി വിജയിച്ചുകൂടാവുന്നില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ അണ്ണാമലയും അങ്ങനെ തന്നെയാണ്, ഉദയനിധിയും അങ്ങനെയാണ്. ഈ 3 യങ് ലീഡേഴ്സും പണ്ടത്തെ ജനറേഷൻ പോയി കഴിഞ്ഞു. സ്റ്റാലിനാണ് അവസാനമായി അല്പമെങ്കിലും ആ ഒരു സെന്തമിഴെന്ന് പറയാൻ കഴിയില്ല, അല്ലെങ്കിലും വടിവൊത്ത തമിഴിൽ സംസാരിക്കുന്ന ഒരാൾ. ഇവരൊക്കെ തന്നെ മുമ്പിലിരിക്കുന്ന ഒരാളിനോട് ലാഘവത്തോട് സംസാരിക്കുന്ന രീതി, ആ ഒരു ശൈലി, അതായിരിക്കും ഒരുപക്ഷെ മുന്നോട്ട് പോകുമ്പോൾ ഓരോ നേതാവിന്റെയും ശൈലി എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അത് ഒരു വിലങ്ങുതടിയായി വിജയ്ക്ക് ഉണ്ടാവില്ല. പക്ഷെ വിജയ് പ്രൂവ് ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സ്കിൽസും പൊളിറ്റിക്കൽ അക്യുമെനുമാണ്. പിന്നെ ഒരു ചാലഞ്ച് കൂടെ ഉള്ളത് ഈ പാർട്ടി പടുത്തുയർത്തുക എന്നുള്ളത്. ഈ പാർട്ടി ഇപ്പോഴും, ഞാൻ വളരെ മുമ്പ് പറഞ്ഞത് തന്നെ ഇപ്പോഴും പറഞ്ഞു, ഈ പാർട്ടി ഒരുപക്ഷെ അധികാരത്തിൽ വന്നേക്കാം, പക്ഷെ ഇപ്പോഴും അതൊരു ഓർഗനൈസേഷൻ അല്ല. പാർട്ടിക്കൊരു ഒരു ചട്ടക്കൂടില്ല, പാർട്ടിക്കൊരു സ്ട്രെങ്ത് ഇല്ല. ഇത് പറയുന്നത് ഒരു വിരോധാഭാസമായി തോന്നാം. ഈ സ്ട്രെങ്ത് ഇല്ലാത്തൊരു പാർട്ടിയാണ് തമിഴ്നാട്ടിൽ അധികാരത്തിലിരിക്കുന്നത്. അതാണ് വാസ്തവം. കാരണം നമ്മളൊരു പാർട്ടി തരുമ്പോൾ അതിനൊരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ വേണം, അതിനൊരു സ്ട്രെങ്ത് വേണം, അതിനൊരു ഹൈറാർക്കി വേണം. അതൊന്നും ഇനിയും ഉണ്ടായിട്ടില്ല, ഉണ്ടായിക്കൂടുന്നില്ല. അത് തന്നെ ഏറ്റവും വലിയൊരു ചാലഞ്ച് ആയിരിക്കും. കാരണം പോകെ ഇനി ആളുകളുടെ വിമർശനങ്ങൾ കേൾക്കുമ്പോൾ ഈ ഗവൺമെന്റ് എങ്ങനെ, അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ പല തലത്തിലുള്ള ആളുകൾ എങ്ങനെ പ്രതികരിക്കുന്നു, ജനങ്ങളുമായി എങ്ങനെ സംവാദിക്കുന്നു. ചീഫ് മിനിസ്റ്റർ ഇതുവരെ പത്രപ്രവർത്തകരെ കണ്ടിട്ടില്ല. 2-3 മന്ത്രിമാർ മാത്രമാണ് പത്രക്കാരോട് സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഒരു ഗവർണൻസിന്റെയും പൊളിറ്റിക്സിന്റെയും ഒക്കെ ബേബി സ്റ്റെപ്സ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ് വിജയുടെ TVKയും. ഇപ്പോൾ DMKയുടെ കാര്യം എടുത്ത് കഴിഞ്ഞാൽ DMKയിൽ ഇപ്പോൾ സ്റ്റാലിന് ശേഷം ഉദയനിധി എന്നുള്ളത് ഏതാണ്ട് നേരത്തെ തന്നെ തീരുമാനമായതാണ്. ആ ഒരു ലീഡർഷിപ്പ് ട്രാൻസ്ഫോർമേഷൻ, ഇപ്പോൾ ഈ സ്റ്റാലിൻ്റെ പരാജയം, ഉദയനിധി ലീഡർ ഓഫ് ഓപ്പോസിഷൻ ആവുന്നു, അതോടുകൂടി ആ ഒരു ലീഡർഷിപ്പ് ചേഞ്ച് DMKയിൽ അത് സ്വാഭാവികമായി സംഭവിച്ചു കഴിഞ്ഞു എന്നാണോ? സ്റ്റാലിൻ ഒരു പക്ഷേ ഇനി
പിന്നണിയിൽ മാത്രം നിൽക്കുന്ന ഒരാളായി മാറുമോ? എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരുപക്ഷെ ഇപ്പോ DMK വിജയിച്ചിരുന്നുവെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഈ ഒരു കൊറോണേഷൻ നടന്നേനെ. മേ ബി ഒരു 2 വർഷത്തിന് ശേഷം ഉദയനിധിയെ മുഖ്യമന്ത്രിയാക്കിയേനെ. ആ പക്ഷേ ഇവര് ജയിക്കാത്തത് കൊണ്ട് തന്നെ ഉടനെ ഇട്ട് കളഞ്ഞു പോകാൻ സ്റ്റാലിന് കഴിയില്ല. കാരണം ഈ പാർട്ടി നടത്തുക എന്നുള്ളത് ഒരു ഗവൺമെന്റ് നടത്തുന്നത് പോലെയല്ല. DMK പോലെയുള്ള ഒരു മഹാസാഗരം ആയിട്ടുള്ള ഒരു പാർട്ടിയാണത്. അതിന്റെ ഉൾക്കളികളും അതിന്റെ നൂലാമാലകളും ഒക്കെ വർഷങ്ങളോളം, പതിറ്റാണ്ടുകളോളം പഠിച്ചതിന് ശേഷമേ ആ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് ഉയരാൻ കഴിയുള്ളൂ. അപ്പോൾ ഉടനെ തന്നെ ഇതൊരു ക്രൈസിസ് സമയം കൂടെയാണ്. ശരിക്കും സ്റ്റാലിൻ പ്രതീക്ഷിച്ചത് വിജയിക്കും, അത് കഴിഞ്ഞ് 1 വർഷമോ 2 വർഷമോ ഇരുന്നതിന് ശേഷം മകനെ ഏൽപ്പിക്കാം എന്നുള്ളതായിരുന്നു. അതിപ്പോ നടക്കില്ല. കാരണം അദ്ദേഹം തോറ്റത് കൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉദയനിധി ആകുന്നത്. അല്ലെങ്കിൽ ഉദയനിധി പ്രതിപക്ഷ നേതാവ് ആകില്ലായിരുന്നു. അപ്പോൾ ഈ പാർട്ടി തിരിച്ച് പടുത്തുയർത്തുന്നതിന്റെ പ്രധാന മുഖ്യ ഒരു സൂത്രധാരകനായി സ്റ്റാലിൻ തുടർന്നേ കഴിയൂ. അതല്ലെങ്കിൽ DMKക്ക് ഏറ്റവും വലിയ ഒരു ചാലഞ്ച് തന്നെയായിരിക്കും. കാരണം ഉദയനിധി ഇനിയും പാർട്ടിയെ പിടിച്ചു നിർത്താനും, കാരണം പാർട്ടിയിലുള്ള അവരുടെ ഒരു സെക്കൻഡ് റൺ ലീഡർഷിപ്പ് എല്ലാം തന്നെ 70, 75, 80 വയസ്സൊക്കെ കഴിഞ്ഞ ആളാണ്. അവരുടെ ഒരു ചിന്താധാരയിലേക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് അവരെ പിടിച്ചു നിർത്താനും ഒപ്പം തന്നെ യുവാക്കളെ കൊണ്ടുവരാനും ഒക്കെ കഴിയുന്ന ഒരാളായി ഉദയനിധി ഇനിയും വളർന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. റൈറ്റ്. ഞാൻ അവസാനമായിട്ട് അണ്ണാമലയുടെ കാര്യം ഒരിക്കൽ കൂടി ചോദിക്കുന്നത്. ഇപ്പോൾ അണ്ണാമല BJP വിട്ട് സ്വന്തം ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റുമായിട്ട് അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റുമായിട്ട് മുമ്പോട്ട് വരുന്നു. അതിന് വലിയ തോതിലുള്ള പിന്തുണ വളരെ പെട്ടെന്ന് കിട്ടുന്നു. ഇതൊരു BJPയുടെ തന്നെ ഒരു ബദൽ സ്ട്രാറ്റജിയാണ് എന്നുള്ളൊരു വിമർശനം ചില കോണുകളിൽ നിന്ന് വരുന്നുണ്ട്. അതായത് BJP ആയിട്ട് വളരുക അസാധ്യമാണ്. അപ്പോൾ വേറൊരു മൂവ്മെൻ്റ് ഉണ്ടാക്കി BJPയുടെ ഐഡിയോളജി വെച്ച് അല്ലെങ്കിൽ BJPയോട് ചേർന്ന് നിൽക്കാവുന്ന ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം അവിടെ വളർത്തിക്കൊണ്ടുവരിക, അതിന് അണ്ണാമല നേതൃത്വം നൽകുക, അതാണോ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? അതോ BJPയുമായി തീർത്തും ഭിന്നമായിക്കൊണ്ട് അദ്ദേഹം തന്നെ പറയുന്ന പോലെ തമിഴ് രാഷ്ട്രീയം BJPക്കാർക്ക് തീരെ മനസ്സിലാവുന്നില്ല, ഈ മണ്ണിൻ്റെ മനസ്സെന്താണ് എന്ന് BJP നേതൃത്വത്തിന് അറിയില്ല എന്നൊക്കെ അണ്ണാമല പറയുന്നത്, അതാണോ യാഥാർത്ഥ്യം? ഇതൊരു കൺസ്പിറസി തിയറിയാണ്. ഇത് ഇപ്പോൾ അണ്ണാമല 2.0 എന്നുള്ളത് RSSന്റെയും അല്ലെങ്കിൽ സംഘപരിവാറിന്റെയും ഒക്കെ ഒരു കൺസ്പിറസിയാണ് എന്നുള്ളൊരു തിയറിയുണ്ട്. എനിക്ക് അണ്ണാമലയെ അറിയാവുന്ന രീതിയിലും എനിക്കുള്ള കോൺടാക്ട്സും വെച്ച് ഞാനത് വിശ്വസിക്കുന്നില്ല. തൽക്കാലം അങ്ങനെ ആവാൻ സാധ്യതയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി 5 വർഷത്തിന് ശേഷം 2031 അല്ലെങ്കിൽ അടുത്ത് വരുന്ന ലോക്സഭാ ഇലക്ഷന് അണ്ണാമലയെ പടുത്തുയർത്തുന്ന ഈ ഒരു പ്രസ്ഥാനവും BJPയുമായി ഒരുമിച്ച് ചേരുമോ എന്നുള്ളതിനെ കുറിച്ച് പ്രവചിക്കാൻ എനിക്ക് കഴിയില്ല. പക്ഷെ തൽക്കാലം ഇത് അണ്ണാമല ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഇത് 1 വർഷത്തിൽ കൂടുതലായി, 1.5 വർഷം. എനിക്കിപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 3 മാസം മുമ്പ് അദ്ദേഹം പ്രൈവറ്റായിട്ട് പറഞ്ഞിരുന്നു. ഇത് പെട്ടെന്ന് ഒരു അദ്ദേഹത്തിന് ദേഷ്യം വന്നിട്ട് BJPയോടുള്ള കോപം കാണിക്കാൻ വേണ്ടി ചെയ്തൊരു സംഭവമൊന്നുമില്ല. ഇത് 1.5 വർഷമായി അദ്ദേഹം ഇതിന്റെ പണിപ്പുരയിലായിരുന്നു. അപ്പോൾ ഇതിലൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകളൊക്കെ ഒരു പാർട്ടി വിട്ട് പുറത്തു വരുമ്പോൾ പാർട്ടിയെ കുലഭ്യം പറഞ്ഞുകൊണ്ട് പുറത്തു വരുന്ന ഒരു സാധാരണ ഒരു സംഭവമാണ് നമ്മുടെ രാഷ്ട്രീയത്തിലുള്ളത്. എന്നാൽ അണ്ണാമല അതല്ലാതെ വളരെ കോർഡിയലായിട്ട് പുറത്തു വരിക എന്നുള്ളതായിരുന്നു അതും അദ്ദേഹത്തിന്റെ പാർട്ട് ഓഫ് ദ സ്ട്രാറ്റജി ആയിരുന്നു. കാരണം പഴയ ബ്രിഡ്ജുകളൊന്നും ബേൺ ചെയ്യേണ്ട എന്നുള്ളത്. അതുകൊണ്ട് മാത്രം ഇപ്പോൾ അമിത്ഷായെ പോയി കണ്ടതുകൊണ്ട്, നിതിൻ നബിനെ പോയി കണ്ടതുകൊണ്ട്, VL സന്തോഷിനെ പോയി കണ്ടതുകൊണ്ട് മാത്രം അദ്ദേഹം BJPയുടെ വക്താവായി തുടരും എന്നുള്ളൊരു തിയറി ഞാൻ അംഗീകരിക്കുന്നില്ല. ഇപ്പോൾ അണ്ണാമലൈ ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ BJP ഇതിൽ 2 സംഭവങ്ങളുണ്ട്. ഒന്ന്, അണ്ണാമലയെ ആരാധിക്കുന്ന, അണ്ണാമലയെ ഒരു നേതാവായി, ഒരു ഫ്യൂച്ചർ നേതാവായി കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ കൂടെ പിടിച്ചു നിർത്തുക. എന്നാൽ അവരിൽ പലരും അണ്ണാമലയോട് തന്നെ പറഞ്ഞിട്ടുള്ളത്, നിങ്ങളെപ്പോലൊരു നേതാവിനെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ നിങ്ങൾ BJPയിലായതുകൊണ്ട് ഞാൻ വരില്ല. അപ്പോൾ there are 2 things. One is BJP without Annamalai and Annamalai without BJP. അപ്പോൾ തമിഴ്നാട് പോലുള്ള സംസ്ഥാനത്ത് Annamalai without BJP looks very strong, much stronger than BJP without Annamalai. അവരവസ്ഥയിലേക്കാണ്. അതുകൊണ്ടാണ് വെറും ഒരു 24 മണിക്കൂറിൽ അദ്ദേഹം അണ്ണാമലയുടെ ആ ഒരു സോഷ്യൽ മീഡിയ മെസ്സേജ് 24 മണിക്കൂറിനകം 17.5 ലക്ഷം പേരാണ് വോളണ്ടിയറായി ചേർന്നിരിക്കുന്നത്. ഒന്നുമില്ല, നമ്മുടെ ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ വോളണ്ടിയറായി ചേർക്കും. പക്ഷേ അത്രയും മെനക്കെട്ട് ആ ഫോൺ നമ്പർ കൊടുക്കണമല്ലോ, ഒരാൾ ലോഗിൻ ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ അത് കാണിക്കുന്നത് ഇപ്പോഴും തമിഴ്നാട്ടിൽ നല്ല ഒരു പ്രോമിസ് ആയിട്ടുള്ള ഒരു നേതാവിനെ ആളുകൾ ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ പഴയ ദ്രാവിഡൻ പാർട്ടികളുടെ ആ ഒരു ചക്രം ചുറ്റി കഴിഞ്ഞിട്ടുണ്ടാവാം, അതുകൊണ്ടായിരിക്കാം അവർ തിരിച്ചു വന്നേക്കാം. എങ്കിലും ഒരു സ്പേസ്, അപ്പൊ അണ്ണാമലയുടെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്
ദിസ് ഇസ് വെയർ അണ്ണാമല ഇസ് ഡിഫറെന്റ് ഫ്രം അതർ പൊളിറ്റീഷ്യൻസ്. കാരണം മറ്റു പലരും കണ്ടത് വിജയത്തിൽ കണ്ടത് ഓൾറെഡി തമിഴ്നാട് രാഷ്ട്രീയം ഓവർ ക്രൗഡഡ് ആയി. പുതുതായി ഒരാളും കൂടെ വന്നിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ AIDMK ഉണ്ട്, DMK ഉണ്ട്, DMDK ഉണ്ട്, MDMK ഉണ്ട്, എല്ലാ ഘടകങ്ങളുമുണ്ട്. ഒപ്പം വിജയ് ഇവരെല്ലാം തകർത്ത് മുന്നിൽ വന്നിരിക്കുന്നു. അപ്പോൾ വളരെ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്പേസ് ആണ് ഇനിയിപ്പോൾ വേണ്ട എന്ന് പലരും വിചാരിക്കുന്ന സമയത്താണ് ശരിക്കും അണ്ണാമല വരുന്നത്. അണ്ണാമലയുടെ കാൽക്കുലേഷൻ ആ ഡ്രവിഡിയൻ സൈക്കിൾ കഴിഞ്ഞു. ഇവിടെ ഒരു വിടവ് സൃഷ്ടിച്ചിരിക്കുകയാണ്. വിജയ് വന്ന് വിടവ് സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇനി വിജയ്ക്ക് ഒരു എതിരാളിയാണ് വേണ്ടത്. വിജയുടെ ഒരു എതിരാളിയായി വരാൻ AIADMKക്കും DMKക്കും മറ്റ് തമിഴ്നാട്ടിലെ കഴകങ്ങൾക്കും കഴിയാത്തൊരവസ്ഥയിലേക്ക് തമിഴ്നാട് നീങ്ങുന്നു. അവിടെ എനിക്കൊരു പൊളിറ്റിക്കൽ സ്പേസ് ഉണ്ട്, അത് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്പർ 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 എങ്കിലും. കാരണം തമിഴ്നാട്ടിലെ ഒരു ബൈനറി വിജയ് വന്ന് തകർത്ത് കഴിഞ്ഞു. അപ്പൊ ഇപ്പോൾ ഉള്ളത് ഒരു ത്രികോണ കളിയാണ്. ആ ത്രികോണത്തിൽ 3-ം സ്ഥാനമെങ്കിലും തനിക്ക് വരുന്ന ഇലക്ഷനിൽ നിൽക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസത്തിൽ അതൊരു വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷനാണ്. ഒപ്പം തന്നെ അദ്ദേഹം പ്രൂവ് ചെയ്ത ഒരാളും കൂടെയാണ്. വെറും 2-3-4 വർഷം കൊണ്ട് ഇത്രയും ജനസമ്മതനാകാൻ കഴിഞ്ഞ, അതും ഒട്ടും ജനസമ്മതി ഇല്ലാത്തൊരു പാർട്ടിയുടെ വക്താവായിരുന്നു കൊണ്ട് ജനസമ്മതനാകാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ വിചിത്രമായിട്ടുള്ള, വളരെ വളരെ റെയർ ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയായി ഞാൻ കാണുന്നു. അതുകൊണ്ട് തന്നെ അണ്ണാമലയ്ക്ക് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു ഭാവി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരോട് ചോദിച്ചിട്ട് അവസാനിപ്പിക്കാം. ഇപ്പോഴത്തെ ഒരു സിനാരിയോ വെച്ചുകൊണ്ട് വിജയ് നിയമസഭയ്ക്കകത്ത് ഉദയനിധി സ്റ്റാലിനെയും നിയമസഭയ്ക്ക് പുറത്ത് നിയമസഭയിൽ പ്രാതിനിധ്യമില്ലാത്ത എന്നാൽ എമർജ് ചെയ്ത് വരുന്ന അണ്ണാമലയെയും നേരിടേണ്ടി വരും. അവരെ കൂടെ കണക്കിലെടുത്തുകൊണ്ട് അവരുടെ ഒരു വ്യക്തിത്വ മികവും നേതൃപാഠവും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് വിജയ് സ്വന്തം സ്ട്രാറ്റജി, സ്വന്തം പാർട്ടിയുടെ സ്ട്രാറ്റജി, വ്യക്തിപരമായ സ്ട്രാറ്റജി, ഭരണത്തിൻ്റെ സ്ട്രാറ്റജി, ഇതൊക്കെ ഡിസൈഡ് ചെയ്യേണ്ടി വരും. അതാണ് ഇപ്പോഴത്തെ തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ നില. രാജീവ് പറഞ്ഞ ഈ സംഭവങ്ങൾ ഒന്ന് മാത്രമേ വിജയ്ക്കുള്ളൂ, പോപ്പുലാരിറ്റി. മറ്റൊന്നും സംഘടനാപരമായ ഒരു കെട്ടുറപ്പോ അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രാറ്റജിയോ ഇതൊന്നും ഒരു മാസം കഴിഞ്ഞിട്ടും ഇതുവരെ കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതെല്ലാം പടുത്തുയർത്തേണ്ട ഒരു വലിയൊരു ഹെർക്കൂലിയൻ ടാസ്ക് ആണ് വിജയ്ക്ക് മുമ്പിലുള്ളത്. ഇതിപ്പോ അസംബ്ലിക്ക് അകത്തൊരു പ്രശ്നവുമില്ല. അസംബ്ലിക്ക് അകത്ത് തൽക്കാലം വലിയ ഭൂരിപക്ഷമൊന്നും ഇല്ലെങ്കിലും ഈ 25 MLA മാർ, AIADMKയുടെ MLA മാർ 21 പേര് തിരിച്ചുപോയി, 4 പേര് റിസൈൻ ചെയ്തു. അപ്പോൾ അതൊക്കെ കൂട്ടിക്കഴിച്ച് നോക്കിയാലും ഏകദേശം ഒരു മെജോറിറ്റി ഉള്ള CPI, CPM, VCK, IUML എല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തൽക്കാലം മെജോറിറ്റി ഉണ്ട്. അതുകൊണ്ട് അസംബ്ലിക്ക് അകത്ത് വലിയ ഭീഷണിയൊന്നും വിജയ്ക്ക് ഉണ്ടാവില്ല. എന്നാൽ ജനമധ്യത്തിലാണ് ഈ ചില ചോദ്യങ്ങൾ ഉയരുമ്പോൾ, ഇപ്പോൾ അധികാരത്തിൽ വന്ന ഒരു മാസത്തിനകം തന്നെ ക്രൈം റേറ്റ് കൂടിയതായ ഒരു വലിയൊരു പെർസെപ്ഷൻ ഉണ്ട്. ഒരുപാട് ഹീനമായിട്ടുള്ള ക്രൈംസ് കൂട്ടിയിട്ടുള്ളതായിട്ട്. ഒപ്പം തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഈ ടാസ്മാക്, നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ബെഫ്കോ പോലെ ഇവിടെ ടാസ്മാക് ആണ്, ലിക്കർ വെൻഡിങ്. അതിലെ അഴിമതി, ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. 50,000 കോടിയാണ്, 48,500 കോടിയാണ് കഴിഞ്ഞ വർഷം തമിഴ്നാട് ഗവൺമെന്റിന്റെ റവന്യൂ മാത്രം ടാസ്മാകിൽ. അപ്പോൾ ആദ്യം വന്ന ഉടനെ തന്നെ പറഞ്ഞത് 717ഓളം ടാസ്മാക് കടകൾ ചെന്നൈയിൽ പൂട്ടും. അതും സ്കൂളുകൾക്കും കോളേജുകൾക്കും അമ്പലങ്ങൾക്കും വർഷിപ്പ് സെന്റേഴ്സിന് ഇടയിലുള്ള അടുത്തുള്ള 500 മീറ്ററിലുള്ളവരെല്ലാം ഇതെല്ലാം പൂട്ടും. അതിലുള്ള അഴിമതിയെല്ലാം നിർത്തും എന്നുള്ളൊരു ആഹ്വാനമായിരുന്നു. ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത് കാരണം ഏറ്റവും കറപ്റ്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ്, ഓഫ്കോഴ്സ് 717 എണ്ണം കാണിക്കാൻ വേണ്ടി പൂട്ടിയെങ്കിലും ഇപ്പോഴും സ്കൂളുകളുടെയൊക്കെ മുമ്പിൽ തന്നെ ബാർസും പബ്സും ഒക്കെ ഓപ്പൺഡാണ്. അവിടത്തുള്ള അഴിമതികൾ തുടരുന്നു. ഇങ്ങനെയുള്ള വളരെ വളരെ ഇൻഗ്രെയിൻഡ് ആയിട്ടുള്ള കറപ്ഷൻ ഉള്ള ഒരു സ്റ്റേറ്റിൽ ഇങ്ങനെയുള്ള പ്രോമിസുകൾ നടത്തിയിട്ട് അദ്ദേഹത്തിന് ഡെലിവർ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഏറ്റവും വലിയൊരു ചാലഞ്ച് ആയിരിക്കും വിജയ്ക്ക്. എനിക്ക് തോന്നുന്നു അത് തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രോമിസ് തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ചാലഞ്ച്. അദ്ദേഹം പരാജയപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ വളരെ ശ്രമസാധ്യവുമായിട്ടുള്ള ഒരു യാത്രയാണ് ഈ നമുക്ക് അടുത്ത ഒരു 6 മാസം 1 വർഷം വിജയെ കാത്തിരിക്കുന്നത്. പുറത്തുള്ള ചാലഞ്ചുകളാണ് അണ്ണാമലയും ഉദയനിധിയും അസംബ്ലിക്കകത്താണെങ്കിലും പുറത്തുള്ള ഏറ്റവും വലിയ ചാലഞ്ച് എനിക്ക് തോന്നുന്നത് അണ്ണാമലൈ തന്നെയായിരിക്കും. കാരണം അദ്ദേഹം അട്രാക്ട് ചെയ്യുന്ന ആ ക്രൗഡ് ഒരു സെക്യുലർ ആയിട്ടുള്ള ഒരു അണ്ണാമലൈ എന്നുള്ളത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊപ്പോസിഷനാണ് പലർക്കും. എനിക്ക് തോന്നുന്നത് വിജയുടെ ഏറ്റവും വലിയ എതിരാളിയായി ഉയർന്നു വരുന്നത് അണ്ണാമലൈ തന്നെയായിരിക്കും. റൈറ്റ്. എന്തായാലും വളരെയധികം നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന്. തമിഴ്നാട് രാഷ്ട്രീയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിച്ച വിസ്മയങ്ങൾ ഒരു പക്ഷേ വരും ദിവസങ്ങളിലും
നമ്മൾ കാണേണ്ടി വരും. അതിൻ്റെ തുടക്കമായിരിക്കാം ഒരുപക്ഷെ അണ്ണാമലയുടെ പുതിയ രൂപത്തിലുള്ള രാഷ്ട്രീയ പ്രവേശം. ഒപ്പം DMKയുടെ പുതിയ യുവനേതാവായ ഉദയനിധി സ്റ്റാലിൻ, അദ്ദേഹം ഏത് വിധത്തിലായിരിക്കും ആ പാർട്ടിയുടെ സ്റ്റാലിൻ ഉണ്ടെങ്കിൽ കൂടി ആ പാർട്ടിയുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിക്കുക എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ്. വളരെയധികം നന്ദി ശ്രീ അരുൺ റാം ഞങ്ങളോട് സംസാരിച്ചതിന്. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.